മലയാള സിനിമയെ ശരിക്കും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയമാക്കിയ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്രകാരനായിരുന്നു ഷാജി എൻ കരുൺ സാർ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ തന്നെ ഒരു സംവിധായകൻ്റെ 3 സിനിമകൾ തുടർച്ചയായിട്ട് ഔദ്യോഗികമായി അതിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു അപൂർവമായ ബഹുമതിയും ഷാജി എൻ കരുൺ സാറിൻ്റേതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിറവിക്ക് പുറമെ സൊമ്മ്, വാനപ്രസ്ഥം തുടങ്ങിയ സിനിമകളും കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിയോഗം അത് വാക്കുകൾ കൊണ്ടിങ്ങനെ പറഞ്ഞ് അതല്ല, അതൊരു മഹാനഷ്ടം, അത്രയേ പറയാനുള്ളൂ. സിനിമാ ലോകത്ത് തൻ്റെ സ്വസിദ്ധമായ ശേഷിയും കഴിവും കൃത്യമായിട്ട് അവതരിപ്പിച്ച് ലോകശ്രദ്ധ നേടിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമാണ് ഷാജി എൻ കരുൺ. ഷാജി എൻ കരുണിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ആ ദുഃഖം അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മറക്കാനാവാത്ത ദുഃഖമായിട്ട് തന്നെയാണ് തുടരുന്നത്. ഷാജി സാറ് KSRTC ബോർഡ് ചെയർമാനായ ആ സമയം മുതൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു ടേമിൽ. എൻ്റെ ഒരു സിനിമാ ജീവിതം തുടങ്ങുന്ന കാലത്ത് മുതൽ ഷാജി സാറിനെ പേഴ്സണലായി അറിയാവുന്ന, കാരണം സാറാണ് ഒരു പരിധിവരെ ഭരത് ഗോപിയുടെ കൂടെ പടം ചെയ്യുന്ന സമയത്ത് കാണുകയും ഇടപഴകുകയും പിന്നീട് പലപ്പോഴും പല പ്രോജക്റ്റുകളുടെയും ഭാഗമാക്കി മാറ്റുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമില്ല. ഞാൻ കാണുന്ന ഷാജി എൻ കരുൺ എന്ന് പറയുന്നൊരു ഫിലിം മേക്കർ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, സിനിമയ്ക്ക് വേണ്ടി മാത്രം കൃത്യമായിട്ട് സിനിമയുടെ പൊതുബോധം എന്തായിരിക്കണമെന്ന് കൃത്യമായി അറിഞ്ഞു പെരുമാറുന്ന ഒരു ഫിലിം മേക്കറാണ്. ഔട്ട് ആൻഡ് ഔട്ട് സിനിമ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. എല്ലാ അർത്ഥത്തിലും സിനിമ മാത്രമാണ്, സിനിമയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരിക്കൽ പോലും അതല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഷാജി സാർ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ഈ ഫിലിം പോളിസിയുടെ ഭാഗമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഇന്ത്യയിലെ 18 സ്റ്റേറ്റുകളിലെ കാര്യങ്ങളെല്ലാം പഠിച്ച് കൃത്യമായിട്ട് കേരളത്തിനൊരു ഫിലിം പോളിസി ഉണ്ടാക്കണം എന്ന് പറയുന്നൊരു തീരുമാനങ്ങളിലൊക്കെ 100% അതിനു വേണ്ടി മാത്രം, സിനിമ എന്ന മീഡിയത്തിന് വേണ്ടി മാത്രമായി നിൽക്കുന്ന ഒരു ഫിലിം മേക്കർ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്.
മറ്റ് മരണാനന്തര ചടങ്ങുകളൊന്നും ഉണ്ടാകുന്നതല്ല. അടുത്ത ഞായറാഴ്ച മെയ് മാസം 4-ാം തീയതി രാവിലെ 9 മണിക്ക് ഷാജി സാറിൻ്റെ ഉദാരശ്രവണ റോഡിലുള്ള ഹൗസ് നമ്പർ 25 വരെ ഒരു കൂട്ടായ്മ അദ്ദേഹത്തെ സ്നേഹിക്കും.